SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. അന്വേഷണം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് എക്സാലോജിക് ഹർജിയിൽ ആരോപിക്കുന്നു. അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണം. അന്വേഷണം റദ്ദാക്കണമെന്നും കമ്പനിക്കെതിരെയുള്ള എല്ലാ തുടർ നടപടികളും സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, അന്വേഷണം എന്തായാലും വീണ വിജയനിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പായപ്പോഴാണ് കർണാടക ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി നൽകിയത്. ഇപ്പോൾ ഹർജിയുടെ വിവരങ്ങൾ പുറത്തു വരികയാണല്ലോ. എന്തൊക്കെ പ്രധാന കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഹർജിയിലെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ്. ഇത് സംബന്ധിച്ച് SFIOയുടെ അന്വേഷണം റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ അന്വേഷണം ഏകപക്ഷീയവും നിയമവിരുദ്ധവും നിയമത്തെ മോശമായി വ്യാഖ്യാനിക്കുന്നതുമാണ് എന്ന നിലയിലാണ് എക്സാലോജിക് ഹർജിയിൽ തന്നെ പറയുന്നത്. അതായത് 31/1/2024 എക്സാലോജിക്കിന് CMRലും തമ്മിലുള്ള ഇടപാടുകൾ അടക്കം പരിശോധിക്കാനായി SFIO ഉത്തരവ് ഇറങ്ങുന്നത്. ആ ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ഉത്തരവിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പിടിച്ചു വരുത്തണം എന്ന ആവശ്യവും ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഒരു ഇടക്കാല ഉത്തരവ് നൽകണമെന്ന ആവശ്യവും ഹർജിയിൽ മൂന്നാമതായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് എക്സാലോജിക്കിന് വേണ്ടി മനു പ്രഭാകർ കുൽക്കർണി മുഖേനയാണ് ഈ ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ രാവിലെ ഈ ഹർജി സമർപ്പിക്കപ്പെട്ടെങ്കിലും ഇന്നാണ് കർണാടക ഹൈക്കോടതിയുടെ സൈറ്റിൽ ഈ ഹർജിയുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും കോടതി ഏത് ബെഞ്ച് പരിഗണിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏത് ദിവസമായിരിക്കും ഹർജി പരിഗണിക്കുക എന്നതും ഇപ്പോഴും വെബ്സൈറ്റിൽ വിവരം ലഭ്യമായിട്ടില്ല. നമ്മൾ നേരത്തെ കണക്കുകൂട്ടിയിരുന്നത് ഇന്ന് ഈ ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കോടതി നടപടികൾ പരിശോധിച്ചാൽ ഇന്ന് ഈ ഹർജി കോടതിക്ക് മുന്നിലേക്ക് വരാനുള്ള സാധ്യതയില്ല. ഈ പെറ്റീഷൻ കോടതിയിൽ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പട്ടികയിൽ ഇല്ല. പക്ഷെ ഇന്ന് വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ ഈ ഹർജി ലിസ്റ്റ് ചെയ്യപ്പെടുകയും പരിഗണിക്കപ്പെടുകയും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇന്നലെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. SFIOയുടെ അന്വേഷണം റദ്ദാക്കണം എന്ന് തന്നെയുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനകത്തൊരു ഇടക്കാല ഉത്തരവ് കൂടി തേടിക്കൊണ്ടാണ് ഈ ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഈ ഹർജിയുടെ പൂർണ്ണമായ വിശദാംശങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായി. എക്സാലോജിക്കിന്റെ ഈ ഒരു ആവശ്യം ഇത് വേണ്ട എന്ന് വെക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. സാജു പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ പരിഗണിക്കും എന്നാണല്ലോ കരുതിയിരുന്നത്. ഇനിയിപ്പോൾ ഏത് ദിവസമായിരിക്കും എക്സാലോജിക്കിന്റെ ഈ ആവശ്യം, ഈ ഹർജി കോടതി പരിഗണിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും ഇതുവരെ വന്നിട്ടില്ല അല്ലേ? ഇല്ല, കർണാടക ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഹർജി ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. റിട്ട് പെറ്റീഷൻ നമ്പർ 4268/2024 എന്നാണ് ഇതിന് കേസ് നമ്പറായി നൽകിയിരിക്കുന്നത്. ഇനി ഇത് കോടതി രജിസ്റ്റർ ആയിരിക്കും. ഏത് ബെഞ്ചിലാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് ദിവസമായിരിക്കും എന്നതൊക്കെ മുൻഗണനാ ക്രമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം എടുക്കുക. ഏതായാലും ഈ കക്ഷിയിൽ എതിർ കക്ഷികളായ ഉള്ളത് ഒന്ന് SFIO തന്നെയാണ്, മറ്റൊന്ന് കേന്ദ്ര സർക്കാരുമാണ്. ഈ രണ്ട് കക്ഷികൾക്കും നോട്ടീസ് അയക്കുന്ന അടക്കമുള്ള നടപടികളായിരിക്കും പ്രാരംഭ ഘട്ടത്തിൽ കേസ് പരിഗണിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഈ ആവശ്യത്തിന്മേൽ രണ്ടുപേരുടെയും എതിർ കക്ഷികളായ SFIOയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ വാദങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഒരു ഇടക്കാല ഉത്തരവ് ഇക്കാര്യത്തിൽ സ്റ്റേ അടക്കമുള്ള ആവശ്യങ്ങളിൽ തന്നെ ഉണ്ടാകുകയുള്ളൂ. ഇടക്കാല ഉത്തരവാണ് ഇക്കാര്യത്തിൽ വളരെ വേഗത്തിൽ വേണമെന്നാണ് എക്സാലോജിക്കിന്റെ ആവശ്യം. അത് കോടതി ഏത് തരത്തിൽ പരിഗണിക്കും എന്നത് പരിഗണിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അമൃത. ശരി, KR സാജു ആണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.